ഡിസംബർ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബേക്കേഴ്സിൻ്റെയും റെസ്റ്റ് ഇല്ലാത്ത ടൈമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഫുഡ് കഴിക്കുന്നത് തന്നെ ഒരു കണക്കിനായിരിക്കും. ഇത് എൻ്റെ ഒരു ഡിസംബറിൽ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെ ഓർഡേഴ്സ് എല്ലാം എഴുതി മുന്നിൽ ഇങ്ങനെ വെക്കുക, അതിൻ്റെ സൈസ്, അതിൻ്റെ ഫ്ലേവേഴ്സ്, എവിടെയാണ് കൊടുക്കേണ്ടത്, ടൈം, എവറിത്തിങ് എഴുതി അങ്ങ് വെച്ച് കഴിയുമ്പോൾ തന്നെ പാതി പണിയോടെ കഴിഞ്ഞു. സോ അതെല്ലാം ഒട്ടിച്ചൊന്ന് നിർവൃതി അടയുക. പിന്നെ നമ്മുടെ കേക്ക് ടീൻസൊക്കെ അസംബിൾ ചെയ്ത് എല്ലാം ഗ്രീസ് ചെയ്യാനായിട്ടാണ് പിന്നെ ഒരു അരമണിക്കൂർ. അങ്ങനെ ഗ്രീസിങ് കഴിഞ്ഞു, നമ്മൾ എല്ലാം ബേക്ക് ചെയ്തിട്ട് വെച്ചു. അതിനിടയ്ക്ക് അമ്മ വന്നിട്ട് കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ചോദിക്കും. അപ്പോൾ ഇതെവിടാ കൊടുക്കണ്ടേ, അതെവിടാ കൊടുക്കണ്ടേ, ആകെ കൺഫ്യൂഷനായാലോ. അമ്മക്ക് തന്നെ കൺഫ്യൂഷനായിട്ട് അമ്മ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മുടെ കേക്കിൻ്റെ പരിപാടി കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ട് ഈസ് പാത്രം കഴുകൽ. അത് എല്ലാ ബേക്കേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ. അവിടെയാണ് നമുക്ക് ശരിക്കും അസിസ്റ്റൻസ് വേണ്ടി വരുന്നത്. ആൻഡ് ഇത് ആക്ച്വലി പല പല ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. പാതിരാത്രി എടുത്തതുണ്ട്, കൊച്ചുവെളുപ്പം കാലത്ത് എടുത്തതുണ്ട്. സോ നമുക്ക് ഓർഡേഴ്സ് ഒരുപാട് വരുന്ന സമയത്ത് നമുക്ക് ടൈം വെളുപ്പിനാണോ രാത്രിയാണോ എന്നൊന്നും നമുക്ക് ബാധകമല്ല. നമുക്ക് ഓർഡർ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സെക്ഷൻ ഓഫ് ഡെലിവറി ഓഫ് കേക്ക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു.